പുറത്തുനിന്ന് കുറച്ച് പിള്ളേർ വന്നു അവിടെ. ഞങ്ങളാരും ഇവിടെ നിന്ന് മാസ്ക് വെച്ചിട്ട് പോയിട്ടില്ല. സ്റ്റേഷനിൽ സംസാരിക്കുകയാണെങ്കിൽ ഞങ്ങൾ ആരും മാസ്ക് വെച്ചിട്ട് പോയിട്ടില്ല. അപ്പോൾ ആ സമയത്ത് കൂടി ഞങ്ങൾ ആരും വിചാരിച്ചില്ല. പുറത്തുള്ള കുറച്ച് പിള്ളേർ വന്നു, ഒരു 7-8 പിള്ളേരായിരിക്കും, ഒരു 10-25 വയസ്സേ ഉണ്ട് മാർക്ക്. അവർ വന്നതെല്ലാം മാസ്ക് വെച്ചിട്ടാണ് വന്നത്. അപ്പോൾ അത് ഞങ്ങൾ ഗവനിച്ചിട്ടില്ല. ആ പിള്ളേരാണ് ഫസ്റ്റിൽ ഈ ജീപ്പ് അടിച്ച് പൊട്ടിച്ചത്. ജീപ്പ് അടിച്ച് പൊട്ടിയിട്ട് അവിടെ കിടന്ന ജീപ്പയും അടിച്ച് പൊട്ടിച്ചു. ഞങ്ങൾ കയ്യിലാണ് കൊടുത്തിരുന്നത്, ഇതേപോലെ കയ്യിലാണ് ഞങ്ങൾ കൊടുത്തിട്ട് പോകുന്നത്. കടപ്പുറത്തുള്ളവർ എല്ലാവരും കയ്യിലാണ് കൊടുക്കുന്നത്, വേണ്ട ആരും ഇടില്ല. അങ്ങനെ ആകുന്ന സമയത്ത് അവരാണ് ഈ വണ്ടി അടിച്ച് പൊട്ടിച്ചത്. എന്നിട്ട് അവർ കല്ലെറിഞ്ഞു സ്റ്റേഷനിൽ കല്ലെറിഞ്ഞു. ഞങ്ങൾ ആ സൈഡ് നിൽക്കുകയാണ്. ഞങ്ങൾ ആ പുതിയ പാലത്തിൻ്റെ അടുത്ത് ഞങ്ങൾ നിൽക്കുകയാണ്. ആ സമയം ഒരു 8 മണിക്കും കഴിയും. സമയം ക്ലിയറായിട്ട് ഓർമ്മയില്ല, എന്നാലും ആ സമയമായി. എന്നിട്ട് പോലീസുകാർ അവരുടെ സ്റ്റേഷൻ്റെ മുകളിൽ നിന്ന് ടെറസിൽ നിന്ന് കല്ലെറിഞ്ഞു ഞങ്ങളുടെ സ്ത്രീകളെ. സ്റ്റേഷൻ്റെ മുകളിൽ നിന്ന് കല്ലെറിഞ്ഞ് സ്ത്രീകൾക്ക് ഒരുപാട് പരുക്കാണ്. എന്നിട്ടാണ് അവർ തിരിച്ചറിഞ്ഞു. എന്നിട്ട് പോലീസ് വരട്ടിക്കൊണ്ട് സ്ത്രീകളെല്ലാം ഓടി. അപ്പം അവർ ആക്രമിച്ചുകൊണ്ടാണ് ഞങ്ങൾ ചോദിച്ചെന്തിരെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് സ്റ്റേഷൻ്റെ അകത്തിൻ്റെ എല്ലാ പോലീസും കയറി വന്ന് ഞങ്ങളെ അടിച്ച് ചതയായിട്ട് ഇഞ്ചിഞ്ചായിട്ട് ചതിച്ചു. കല്ലെറിയും ഞങ്ങൾ സ്റ്റേഷൻ്റെ പുറത്താണ് നിൽക്കുന്നത്. ഗേറ്റിൻ്റെ അകത്ത് കയറിയിട്ടില്ല. ഞങ്ങൾ സ്ത്രീകളകത്ത് ഞങ്ങൾ ആരും കയറ്റാണ്. ഞങ്ങളുടെ ഇടവക കമ്മിറ്റിയും ഞങ്ങളുടെ അച്ഛന്മാരും ആണുങ്ങളാരും സ്റ്റേഷൻ്റെ അകത്ത് കയറാൻ വിട്ടില്ല. അങ്ങനെ നിന്നു. അപ്പോൾ സ്ത്രീകൾ മാത്രമേ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അതിന് ശേഷമാണ് ഈ പിള്ളേർ കല്ലെറിഞ്ഞത്, ഈ വണ്ടി പൊട്ടിച്ചത്. എന്നിട്ട് ഞങ്ങൾ അനങ്ങണില്ല. പുറമേ നിന്നും കല്ലെറിയുണ്ടായി. സ്റ്റേഷൻ്റെ മുകളിൽ നിന്നും കല്ലെറിയുണ്ടായിരുന്നു. ഭാര്യനെ നമ്മളിങ്ങനെ വിളിക്കില്ല, ചീത്ത വിളി. അത്രയ്ക്ക് മാത്രം പോലീസുകാർ നമ്മുടെ സ്ത്രീകളെല്ലാം ചീത്ത വിളിച്ചു. സഹിക്കാൻ പറ്റില്ല ചീത്ത വിളിച്ചത്. എന്നിട്ട് ശാന്തമായിട്ടാണ് ഞങ്ങൾ ഇരുന്നത്. എങ്ങനെ നമ്മുടെ ആൾക്കാരെ ഇറക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അവർ അതിന് സമ്മതിച്ചില്ല. അതിനുശേഷമാണ് ഇവർ പോലീസുകാർ ഇറങ്ങി വന്ന് സ്റ്റേഷനിന് ഫ്രണ്ടിൽ കൂടിയാണ് ഇറങ്ങി വന്ന് എല്ലാവരും അടിച്ച് ചല്ല് പോലെ ചതച്ചത്. ഫസ്റ്റിൽ സ്ത്രീകളടിച്ച് സ്ത്രീകൾ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ആണുങ്ങളെല്ലാം കയറി ചോദിച്ചപ്പോൾ ഞങ്ങളെല്ലാവരും അടിച്ച്, രാത്രിമാരെയാണ് എല്ലാം അടിച്ച് വെങ്ങിയത്. അത്രയും മാത്രം പരുക്കാണ്. ഇന്ന് എനിക്ക് തന്നെ ഇതെല്ലാം പാടാണ്. എൻ്റെ കയ്യിലും കാലിലെല്ലാം മുറിവാണ്. എനിക്കിപ്പോൾ പണിക്ക് പോകാൻ പറ്റില്ല. എനിക്ക് 3 പിള്ളേരുണ്ട്. അതുകൊണ്ട് 3 പിള്ളേർ സ്കൂളിൽ പോയിരിക്കുന്നു. ഇതാണ് എൻ്റെ 3 മക്കൾ. എൻ്റെ ഭാര്യയ്ക്ക് അമ്മയില്ല, അച്ഛനില്ല. എനിക്ക് അച്ഛനില്ല. ഇന്ന് ഞാൻ പണിക്ക് പോയി 10 രൂപ ഉണ്ടെങ്കിൽ തന്നെ എൻ്റെ വീട്ടിൽ കഞ്ഞി വേവും. ഇപ്പോൾ ഞാനിപ്പോൾ പണിക്ക് പോകാണ്ടിരിക്കുന്നു. ഞാൻ എന്ത് കുറ്റം ചെയ്തു? അപ്പോൾ ഇത്രയും മാത്രം അടിക്കാനുള്ള കാരണം എന്തിന്? പോലീസുകാർക്ക് ഞങ്ങൾ അടിക്കാനുള്ള കാരണം എന്ത്? അപ്പോൾ ഞങ്ങൾ പോലീസുകാർ അടിച്ചിട്ടില്ലല്ലോ. ഞങ്ങൾ പോലീസുകാർ അടിച്ചാൽ പോലീസുകാർ ഞങ്ങൾ അടിക്കട്ടെ. തെറ്റ് ഞങ്ങളുടെ ഭാഗത്ത്, ശരിയെന്ന് പറയാം. നിങ്ങൾ പോലീസുകാരിൽ ഞങ്ങൾ വന്നടിച്ചത്, അപ്പോൾ അതിനുള്ള കാരണം എന്ത്? ഞങ്ങൾ നിങ്ങൾ എല്ലാം ചെയ്തോ? ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങളുടെ ഇടവേല അച്ഛനും ഞങ്ങളുടെ കമ്മിറ്റിക്കാരും പറഞ്ഞ് നിങ്ങൾ മിണ്ടാതിരിക്കും. അപ്പോൾ അതുപോലെ ഞങ്ങൾ നിന്നു. അപ്പോൾ പോലീസുകാർ എന്തിനാണ് ഞങ്ങൾ വന്നടിച്ചത്? ഇതിന് മറുപടി പറയും. ഞങ്ങൾ മത്സ്യത്തൊഴിലാളികളാണ്. ഞങ്ങൾക്ക് എണ്ണയില്ല, എണ്ണ തരുന്നില്ല. 140 രൂപയ്ക്ക് എണ്ണ എടുത്ത് ഞങ്ങൾ എവിടെ പോകാൻ വേണ്ടി? കൊണ്ടുവരുന്ന മീനിന് 10 രൂപ വില കിട്ടുന്നു. ഒരു കൂട്ടം മീൻ കൊണ്ടുവന്നാൽ 500 രൂപ വയ്ക്കുന്നു. പിന്നെ ഞങ്ങൾ ഈ എണ്ണ എടുത്തിട്ട് എവിടെ പോകാൻ വേണ്ടി? ഞങ്ങൾ മത്സ്യം പിടിച്ചാൽ ഞങ്ങളുടെ കുട്ടികൾ വളർത്താൻ പറ്റും, പഠിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഈ സമരം വെച്ച് ഈ സർക്കാർ ഇതിനെ ഒരു സമാനപ്പെടുത്തി ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉറപ്പും കൊടുത്ത് ചെയ്തെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാകുമോ? ഇത്രയും പ്രശ്നം വരത്തില്ല. ഞങ്ങൾ ഇതുവരെയും, ഞാൻ ജനിച്ച് വളർന്ന് 41 വർഷമായി, ഇതുവരെ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഈ സർക്കാർ വന്നതിന് ശേഷം അപ്പോൾ ഇത് ഇത്രയും ചെയ്തു വിട്ടെങ്കിൽ ഒരു കുഴപ്പമില്ലല്ലോ. ചുമ്മാ ഇരിക്കുന്ന ആൾക്കാരെ നിങ്ങൾ പിടിച്ചകത്തിടുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? നിങ്ങളിരിക്കണതല്ല ആസി മാളികയിലാണ് ഇരിക്കുന്നത്. ഞങ്ങളിന്ന് കുടിശ്ശേരിയിലാണ് ഞങ്ങളിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരു നേരത്തിന് ആഹാരത്തിന് വേണ്ടി ഞങ്ങൾ കടലിൽ പോകണത്.